വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വേനാട് സഹോദയ കലോത്സവമായിട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ഫോക്ക് ഡാൻസ് അറിയുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഒരുക്കാൻ ഒരാൾ വരും. അപ്പത്തേക്ക് ഞാൻ കുളിച്ച് റെഡി ആയിട്ടിരിക്കട്ടെ. എന്നെ ഒരുക്കിയത് എൻ്റെ മാളുക്കുഞ്ഞയാണ്. എങ്ങനെയുണ്ട് ഗായ്സ്, സുന്ദരിയല്ലേ? അവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്തു. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാനാണ് 4ാമത് കളിക്കേണ്ടത്. 2ാമത്തെ ആൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇനി 3ാമത്തെ ആളും കൂടി കളിച്ചിട്ട് വേണം ഞാൻ കളിക്കേണ്ടത്. ഗായ്സ്, എന്നെ ചെസ് നമ്പർ വിളിച്ചു ഗായ്സ്. അപ്പം ഞാൻ പോയി കളിച്ചിട്ട് വരാം കേട്ടോ. ഗായ്സ്, സ്റ്റേജിൽ കയറിയപ്പോഴേ ഒരു പപ്പടം താഴെ വീണു. അപ്പത്തേനും എനിക്ക് ടെൻഷനായി. അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ച് വന്നു. അപ്പത്തേനും വീണ്ടും ഒരു പപ്പടം താഴെ പോയി. ഇടയ്ക്ക് ഞാൻ മമ്മിയെ എറികൊണ്ടിട്ട് നോക്കി. ഓരോ വിധത്തിൽ ഞാൻ കളിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ലായിരിക്കും. എൻ്റെ കൂടെ വന്നിരുന്ന് ഡാൻസ് കളിച്ചവരെല്ലാം പ്രൊഫഷണലായി ഡാൻസ് പഠിക്കുന്നവരാണ്. പക്ഷെ ഞാൻ എവിടെയും പോയിട്ടൊന്നുമല്ല ഡാൻസ് പഠിച്ചത്. ഞാൻ വീട്ടിൽ ഇരുന്നാണ് പഠിച്ചത്. ലാസ്റ്റ് ഭാഗങ്ങളിലെല്ലാം വന്നപ്പോൾ എൻ്റെ ടെൻഷനെല്ലാം പോയി കേട്ടോ. എന്നെ ഡാൻസ് പഠിപ്പിച്ചത് എൻ്റെ കുഞ്ഞയാണ്. എന്നെ മേക്കപ്പ് ഇടിയിപ്പിച്ചത് എൻ്റെ കുഞ്ഞയാണ്. മാളക്കുഞ്ഞ എൻ്റെ ഡാൻസ് കാണാൻ വരുമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ കുഞ്ഞയ്ക്ക് വരാൻ പറ്റിയില്ല. കുഞ്ഞയ്ക്കൊരു പ്രോജക്റ്റ് വർക്ക് കോളേജിലുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ഡാൻസ്? ഞാൻ കളിക്കുന്നുണ്ടോ? അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കാറിലാണ് പോയത്, കാരണം മേക്കപ്പ് പോവും. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ലാവിഷായിട്ട് മമ്മിയുടെ കൂടെയാണ് വന്നത്. പപ്പടം വല്ലതും താഴെ വീണാലോ അല്ലെങ്കിൽ സ്റ്റെപ്പ് വല്ലതും മറന്നു പോയാലോ കൈനീട്ട് കളിച്ചു കാണാം, ടെൻഷൻ അടിക്കില്ലെന്ന് മമ്മി പറഞ്ഞായിരുന്നു. എന്നാലും എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ കളിച്ച പാട്ടെന്ന് വെച്ചാൽ ദം ദം പപ്പടമാണ്. മമ്മി വീഡിയോ എടുത്തോണ്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പകുതി ടെൻഷൻ കുറവായിരുന്നു. പിന്നീട് ഗൈസ് ഞങ്ങൾ ഡാൻസ് എല്ലാം കളിച്ച് വീട്ടിലോട്ട് വരുവാണ്. ഞാൻ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാതെയാണ് വന്നത്. അതിനിടയ്ക്ക് മമ്മി എനിക്ക് ലൈമും പേസ്ട്രിയും വാങ്ങിച്ചു തന്നു. ഗൈസ്, ഞാൻ വീട്ടിൽ വന്ന് മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തു. പിന്നീട് ഗൈസ് ഞാൻ പോയി കുളിച്ച് സെറ്റായി. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.